നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണല്ലോ. ആ കളിയുടെ അവസാന ഘട്ടത്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ തിയാഗോ ആൽവസിനെ ഡേവിഡ് കാറ്റല കളിക്കളത്തിലേക്ക് വിടുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. ആ ഫ്രീ കിക്ക് ഒന്ന് മാത്രം മതി അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ. മനോഹരമായ ഫ്രീ കിക്കായിരുന്നു. അത് ബാറിലടിച്ചു പോയി. അത് ഗോളായിരുന്നെങ്കിൽ എന്തൊരു തുടക്കമായിരുന്നേ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. ഇന്നലെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഡെബ്യൂ ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കോച്ച് ഡേവിഡ് കാറ്റല ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലത്തെ കളിക്ക് ശേഷം കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിയാഗോയുടെ റിക്കവറിങ് ആണ്. അദ്ദേഹം ആ ഒരു ചെറിയ പരിക്കിൻ്റെ പ്രശ്നത്തിൽ നിന്ന് റിക്കവറായി വരികയാണ്. അദ്ദേഹത്തിന് ചെറിയ മസിൽ പ്രോബ്ലംസ് ട്രെയിനിങ്ങിൻ്റെ സമയത്തുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുക, പ്ലേയിങ് ടൈം ലഭിക്കുക, സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് മിനിറ്റ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി നന്നായിട്ട് അറിയാം. മെൻ്റലി അദ്ദേഹം വളരെ സ്ട്രോങ്ങുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ ഒരുപാട് സഹായിക്കും എന്നാണ് ഡേവിഡ് കാറ്റല പറഞ്ഞത്. അത് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അതിന് ചില ഗ്ലിംസസ് നമ്മൾ കളിക്കളത്തിൽ കണ്ടു. മുംബൈ സിറ്റി FCക്കെതിരെയുള്ള മത്സരം, അതാണിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ തോൽക്കാതിരുന്നാൽ മതി ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ. 6-ാം തീയതിയാണ് ആ കളി നടക്കുന്നത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആ കളി ഫറ്റോഡ സ്റ്റേഡിയത്തിലാണ്. രാത്രി ഇന്ത്യൻ സമയം 7:30. ആ മത്സരത്തിന് തിയാഗോ ആൽവസ് ഉണ്ടാകും. അദ്ദേഹത്തിന് കൂടുതൽ സമയം കളിക്കാൻ പറ്റുമെന്നതിൻ്റെ പ്രതീക്ഷിക്കാം. കളിയിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള താരമാണ് തിയാഗോ ആൽവസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.